അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ ചിരിച്ച മുഖത്തോടെ രാവിലെ തന്നെ വളരെ സന്തോഷമുണ്ട് ഇത് കാണാനായിട്ട്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ഞാൻ എൻ്റെ പേര് ഗീത സുരേഷ്. ഞാൻ ആലുവ എടത്തല പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഈ ബയോട്ടോറിയം എന്ന വലിയ ഒരു എന്താ പറയാ സമുദ്രം പോലെ നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റ് എന്നിലേക്ക് എത്തിച്ചത് എറണാകുളം കളമശ്ശേരി യൂനസ് സാറാണ്. അതുകൊണ്ട് എല്ലാവിധത്തിലും ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടി പറയുന്നു, ഇന്ന് ഞാൻ MC ആവണത് നമ്മുടെ എറണാകുളം എല്ലാവർക്കും ഒത്തിരി പ്രിയങ്കരനായ അഭിലാഷ് സാറാണ്. എറണാകുളം കുമ്പളങ്ങിയാണ് അദ്ദേഹത്തിന്റെ ജനനനാട്. അതുകൊണ്ട് തന്നെ ആ നാട് ഒത്തിരി എന്താ പറയാ സന്തോഷം നിറഞ്ഞ നാടായിരിക്കും. കാരണം ഒത്തിരി ജനങ്ങളിലേക്ക് ബ്ലഡ് കൊടുത്തും ഒക്കെ ഒത്തിരി ജനങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോട്ടോറിയത്തില് നമ്മുടെ കുടുംബം ഈ BIG എന്ന ആ കുടുംബം വളരെ ഭദ്രമായി അദ്ദേഹത്തിന്റെ കയ്യില് സുരക്ഷിതമാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഒന്നും അധികം പറയുന്നില്ല, കാരണം സാറിന്റെ ഒത്തിരി വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാവരും ഒന്നും മ്യൂട്ട് ചെയ്ത് വെക്കുക, സൗണ്ട് ഒന്നും കേൾപ്പിക്കാതിരിക്കുക. അതുപോലെ വീഡിയോ ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കിയിരിക്കുക, കഴിവതും ഓണാക്കുക. കാരണം നമുക്കിങ്ങനെ ഈശ്വരൻ നേരം വെളുത്തി പ്രഭാതം തന്നു നമ്മളെല്ലാവരും ഇങ്ങനെ കാണുന്നു. ഏതൊക്കെയോ നാട്ടിലുള്ള നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടുകൂടി ഞാൻ അഭിലാഷ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ് all. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഗീത ചേച്ചി. ഓഡിയബിൾ അല്ലേ? കേൾക്കാമല്ലോ അല്ലെ? യെസ്. അപ്പോ കുറച്ച് ദിവസമായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡ് ഒടിഞ്ഞില്ല. അപ്പൊ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിവേ കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാനും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചേച്ചി പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സൂമിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇടക്കിടക്ക് ഈ ശബ്ദം പണി തരുന്നത് പോലെ നമുക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംസാരിക്കാതിരുന്നത്. എനിവേ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങളും ഒക്കെ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോഴാണ് കൂടുതൽ മനോഹരമായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും ഒക്കെ കൂടുതൽ മനോഹരമായി തീരുന്നത് എന്ന് വിശ്വസിക്കുകയാണ്. എനിവേ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇത്രയും മനോഹരമാക്കി തീർത്ത നമ്മുടെ ജഗദീശ്വരനോട് ഒരു നിമിഷം നന്ദിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഈ സമയം രാവിലെ എഴുന്നേറ്റില്ല. പ്രിയപ്പെട്ടവൻ ഇന്നലെ മരിച്ചുപോയി. അറ്റാക്ക് ആയിരുന്നു. വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്ന സുഹൃത്തായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ രാത്രി കിടന്നുറങ്ങി രാവിലെ വിളിച്ച സമയത്ത് എഴുന്നേറ്റില്ല എന്നതാണ്. അറ്റാക്ക് ആയിരുന്നു. അപ്പോ ഒരുപാട് മനുഷ്യർ അതുപോലെ എഴുന്നേക്കാതെ ആയി പോകുന്നുണ്ട് ചില ദിവസങ്ങൾ. ഇന്നത്തെ ദിവസവും അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞിട്ടുണ്ടാവാം. ജഗദീശ്വരൻ നമുക്ക് ജീവിക്കാൻ തന്ന ഈ അവസരം, എപ്പോഴും കിട്ടിയ അവസരത്തെ അല്ലെങ്കിൽ കിട്ടിയ ഭാഗ്യത്തെ നമ്മൾ കാണാതിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. കഴിഞ്ഞ കൊറോണ സമയത്തിന് ശേഷം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഒരുപാട് മനുഷ്യരങ്ങനെ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഈ ഭൂമിയിൽ നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് പ്രിയപ്പെട്ടവർ, ഒരുപാട് മനുഷ്യരുടെ കുടുംബത്തിലെ അത്താണികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കി എന്നുള്ളതാണ്. ഒരു കുഞ്ഞൻ വൈറസിന്റെ മുന്നിൽ നമ്മളെല്ലാം വെറും
നിഷ്പ്രഭരായി നിന്നുപോയി എന്നുള്ളതാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി, ലോകം മുഴുവൻ അടച്ചിടപ്പെട്ടു. ഇനി മറ്റു രാജ്യത്തേക്കോ തൊട്ടയൽവക്കത്തേക്കോ പോകാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യൻ എത്തിപ്പെടുക എന്നുള്ളത്. നമ്മളെല്ലാം കൊണ്ടും അഹങ്കാരികളായിരുന്നു ഒരു സമയത്ത്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ വളരെ അഹങ്കാരികളായിരുന്നു. ഞാനും എന്റെ കുടുംബവും എന്റെ വീട്ടിലെ ടിവിയും എന്റെ സാഹചര്യങ്ങളും എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യനെ തിരിച്ചു ചിന്തിപ്പിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് തന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആ ഒരു സമയത്തേക്ക് മാത്രമായി പോയോ എന്നുള്ള ഒരു സംശയവും കൂടിയുണ്ട്. എനിവേ, എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവുകളുള്ള ആളുകളായി വൈഡോറിയത്തിലെ ആളുകൾ മാറുക എന്നുള്ളതാണ് ഒരു മിനിമം. അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമുകളിലും എല്ലാം കാണുന്നത്. നമുക്കെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ, വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് നമ്മുടെ എല്ലാം കയ്യിലും, നമ്മുടെ എല്ലാ വീടുകളിലുള്ള കുപ്പികളിലുമൊക്കെ ഇതുപോലെ നമ്മൾ ചുറ്റിവെച്ച് ആ വെള്ളം കുടിച്ച് കയ്യിൽ റിസ്റ്റ് ബാൻഡ് കെട്ടി നമ്മൾ കിടക്കുന്ന മാട്രസിൽ ആ നമ്മുടെ മാട്രസ്, ബയോമാഗ്നറ്റിക് മാട്രസ് കൂടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. എനിവേ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു പ്രതീക്ഷയാണ്. നാളത്തെ പുലരിയിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, എന്നെ പരിചയപ്പെടുത്തിയ പേര് അഭിലാഷ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത്. ബയോട്ടോറിയം ബിസിനസ് കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് ചെയ്യുന്നു. വളരെ ആത്മാർത്ഥമായി, വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഈ ഒരു 6am സബ്ജക്ട് എന്ന് പറഞ്ഞ സ്കോപ്പ് ഓഫ് MLM എന്നുള്ള ഒരു വിഷയമാണ്. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു വിഷയം കൂടിയാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധ്യത എന്താണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ, ഈ ബയോട്ടോറിയത്തിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതയെക്കാളും ഈ ബയോട്ടോറിയത്തിന്റെ സാധ്യത പറയാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം. എന്തായാലും ഇന്ന് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. അതിൽ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം അറിഞ്ഞോ അറിയാതെയാണ് നമ്മളെല്ലാവരും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. ഒരുപാട് ദേശത്തുള്ള മനുഷ്യരുമായി സംവദിക്കാനും ഒരുപാട് മനുഷ്യരെ കാണാനായിട്ടും അവരോട് നല്ല ചങ്ങാത്തം പുലർത്താനും ഒക്കെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ മഹത്തായ അവസരം എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഭാഗ്യമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, സ്കോപ്പിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളാണ്. പലപ്പോഴും പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്, ട്രഡീഷണൽ ബിസിനസ് പല പല ചലഞ്ചസുകളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ സ്വന്തമായി ഷോപ്പ്, കച്ചവട സ്ഥാപനങ്ങളുള്ള ആളുകളുണ്ടാവാം, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ടാവാം, അങ്ങനെ പല ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാവാം. അപ്പൊ നമ്മൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ ബയോട്ടോറിയം ബിസിനസ്സും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും ബിസിനസ്സും ഒക്കെ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറിയതല്ല, വലിയ വ്യത്യാസങ്ങളുണ്ട്. അത്തരം വ്യത്യാസങ്ങളെ കുറിച്ചാണ് ആ തുടക്കത്തിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിവേ, നിലവിൽ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. പരാജയം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ട്രഡീഷണൽ ബിസിനസ് ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ട ആളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട്, എപ്പോഴെങ്കിലും പരാജിതരോട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ പരാജയപ്പെട്ട ആളാണ്. ഒരു തവണയല്ല, പലതവണ പരാജയപ്പെട്ടു വന്ന ആളെന്നുള്ള നിലയിലാണ് പരാജയപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടം. പരാജയപ്പെട്ട ആളുകളുണ്ടാവും. ജസ്റ്റ് ഒന്ന് എസ് ഒന്ന് ടൈപ്പ് ചെയ്ത്. ആരുമില്ല, എല്ലാവരും വിജയിച്ച ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബിസിനസ്സോ ഇതൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സ് ഒക്കെ ഓണല്ലേ. ചാക്കോ സാറ് തോറ്റിട്ടുണ്ട്, വിനീഷ് സാർ തോറ്റിട്ടുണ്ട്, തമ്പി സാർ തോറ്റിട്ടുണ്ട്.
യൂനസ് ഭായി തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. തോറ്റ ആളുകളൊക്കെ പോരട്ടെ, പെട്ടെന്ന് നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. ഹംസ സാറ് തോറ്റിട്ടുണ്ട്. ഒരുപാട് ആളുകൾ തോറ്റതായിട്ട് ഇങ്ങനെ ചാറ്റ് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എല്ലാവരും വായിക്കുന്നില്ല. എനിവേ തോറ്റ ആളുകൾ കുറെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ തോറ്റുപോയതിലുള്ള സന്തോഷമല്ല, മറിച്ച് നിങ്ങൾക്ക് തോറ്റ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മഹത്തായ തോൽവികളെ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. എത്ര തോൽവി കിട്ടിയാലും ഒരു നാണമില്ലാത്ത ആളാണ് ബിനീഷ് സാർ. തോൽവി ആസ്വദിക്കുകയാണ്. അപ്പൊ തോൽവിയെ ആസ്വദിക്കാനായിട്ടും കുറെ ആളുകളുണ്ട്. അപ്പൊ തോറ്റ ആളുകളോട് പറയാനുള്ളത്, തോറ്റ ആളുകളോട് ചോദിക്കാനുള്ളത്, നമ്മുടെ കുറ്റം കൊണ്ടാണോ നമ്മൾ തോറ്റത് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. ഇനി വിജയിക്കും. തീർച്ചയായിട്ടും തോറ്റ ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പറയട്ടെ, ബയോട്ടോറിയം ബിസിനസ് ദൈവം നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആന്റണി സാർ, തോറ്റ ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് 100% പറയാൻ കാരണം, ജീവിതത്തിൽ തോറ്റു തുന്നം പാടിയ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തുണ്ട് ഭൂമിയില്ലാതെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ വാടക വീട്ടിൽ താമസിക്കുന്ന മനുഷ്യർ ഒരുപാട് ആളുകൾ ഈ സൂമിലും ഇന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് ഈ ബയോട്ടോറിയം ബിസിനസ് എന്നുള്ളത്. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോ ഒരാൾ വിജയിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിജയം നമുക്ക് കൂടി അർഹതപ്പെട്ടതാണ്. അദ്ദേഹത്തിന് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. മനോജ് സാറിനെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മളൊരു സാധാരണ ഒരു വണ്ടികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വണ്ടികളിലൊക്കെ സ്ഥാപിക്കും. ചില മനുഷ്യർക്ക് എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ആളുകളുണ്ട്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ 2 തരത്തിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ കഴിയും. ഒന്ന്, എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള, അതായത് നന്നായി പാട്ടുപാടാൻ അറിയുന്ന യേശുദാസിനെ പോലെ, അല്ലെങ്കിൽ ചിത്രയെ പോലെ, അങ്ങനെ MG ശ്രീകുമാറിനെ പോലെ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ആളുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വളരെ എളുപ്പമാണ്. അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടിയാൽ അവർ ഗംഭീരമായിട്ട് ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെ അവസരം കിട്ടി പലതവണ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ കഴിവ് ഒരു നാൾ ജനം തിരിച്ചറിയും, ഒരു നാൾ ഈ ഭൂമി തിരിച്ചറിയും. അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളുകളാണ് എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള, പാട്ടുപാടാൻ കഴിവുള്ള യേശുദാസും അതുപോലെ ചിത്ര മേഡം ഒക്കെ അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളുകളാണ്. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത അഭിനയത്തിന്റെ എഴുതെടുത്ത് നോക്കിയാൽ, മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ ഇന്നും 10-40 വർഷമായിട്ട് നായക വേഷത്തിൽ തന്നെ, ഒന്ന് ആലോചിച്ച് നോക്കുക, നായക വേഷത്തിൽ തന്നെ 40 വർഷം മുന്നേ അഭിനയിക്കാൻ തുടങ്ങിയ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ നോക്കിയാൽ അവരിന്നും ചെറുപ്പക്കാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരിന്നും നായകനും അല്ലെങ്കിൽ നായക വേഷത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടത്തെ അഭിനേതാക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ അതിനകത്ത് അർപ്പിച്ചിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷനാണ് വിജയിക്കാൻ ഉറപ്പിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അവര് അഭിനയിച്ച എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ല, മറിച്ച് ഒരുപാട് സിനിമകൾ അതിനിടയിൽ വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ അവര് പരാജയപ്പെട്ടു പോയില്ല, അവര് പിന്തിരിഞ്ഞോടിയില്ല. ജീവിതത്തിൽ അവര് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ആ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ച് ഇന്ന് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ വിരലുകൾ പോലും അഭിനയിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ട്രോളർമാര് അത് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എനിവേ, മോഹൻലാലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാനൊരു മോഹൻലാൽ ഫാനാണ്, മമ്മൂട്ടി ഫാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളായി അഭിനേതാക്കളായി അവർ മാറിയിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി കഴിവ് അവർ പ്രകടിപ്പിച്ചു, അവരുടെ സ്കില്ല് പുറത്തേക്കെടുത്തു. അങ്ങനെ ആ സ്കില്ല് പുറത്തേക്കെടുത്ത് വിജയിച്ചിട്ടുള്ള ആളുകൾ. മറ്റൊരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അപ്പനപ്പൂപ്പന്മാരായി സമ്പാദിച്ചു വെച്ചിട്ട് വലിയ ധനാഢ്യന്മാരായി മാറിയ ഒരുപാട് ആളുകളെ നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ ധീരുഭായ് അംബാനി എന്ന് പറഞ്ഞ സാധാരണ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്ന ധീരുഭായ് അംബാനി അദ്ദേഹത്തിന്റെ മക്കൾക്ക് അനിൽ അംബാനി, മുകേഷ് അംബാനിക്ക് 2 പേർക്കും വീതിച്ചു കൊടുത്തു. അദ്ദേഹം സമ്പാദിച്ചു വെച്ച സ്വത്തുക്കൾ വീതിച്ചു കൊടുത്തപ്പോൾ ഇന്ന് അതേ ബിസിനസ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർ വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് അവരിന്ന് ലോകമറിയപ്പെടുന്ന കോടീശ്വരന്മാരായി മാറിയിട്ടുണ്ട്.
അനിൽ അംബാനി ഇന്നിപ്പോ ആ ഒരു നിലയിൽ നിന്നൊക്കെ താഴേക്കൊക്കെ പോയി അപ്പനപ്പൂപ്പന്മാരുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള വീഴ്ച സംഭവിച്ചാലും പരാജയപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഭൂരിഭാഗം ആളുകളും അങ്ങനെ തലമുറകളായി കൈമറിഞ്ഞു വന്ന സ്വത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കോടീശ്വരന്മാരും അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ കാണാൻ വേണ്ടി കഴിയും. അടുത്തൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളുകളുണ്ട്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ കൊച്ചി എറണാകുളംകാരനായ സാധാരണ മനുഷ്യൻ, അദ്ദേഹം ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ക്ഷാമം വരുമ്പോൾ ഒരു സംഗതി വേണ്ടി വന്നു. വോൾട്ടേജ് ക്ഷാമത്തെ പരിഹരിക്കാനായിട്ട് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു സാധനം അദ്ദേഹം കണ്ടുപിടിക്കുകയും അദ്ദേഹം അതിന് കൂടുതൽ ഇന്നോവേഷൻ വരുത്തിക്കൊണ്ട് ഒരുപാട് കടകളിലേക്ക് ആ സാധനം, എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങളൊന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്തു. എന്നാൽ നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ഒരു AC മേടിച്ചാലും വീട്ടിലേക്ക് ഒരു TV വാങ്ങിച്ചാലും മറ്റെന്ത് സാധനം മേടിച്ചാലും അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്ന സാധനം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ ഇലക്ട്രോണിക് ഐറ്റംസും കേടു സംഭവിക്കുന്നതിന് കൃത്യമായ രീതിയിലേക്കുള്ള ആ ഒരു വോൾട്ടേജ് സംവിധാനം ഇല്ലാതെ വന്നപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ മനുഷ്യൻ ഇന്ന് വലിയ കോടീശ്വരനായി മാറി എന്നുള്ളതാണ് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് ഇന്ന് കോടീശ്വരനാകാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹം അതിന്റെ ഒരു ഇന്നോവേഷൻ നടത്തി. ആ മേഖലയ്ക്ക് വേണ്ടിയിട്ട് റിജക്ഷൻ വന്ന സമയത്ത് എല്ലാം പിടിച്ചു നിന്നുകൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോയ വ്യക്തിയാണ്. ജീവിതത്തിൽ അങ്ങനെ പരാജയം സംഭവിക്കുമ്പോൾ പരാജയപ്പെടാത്ത ആളുകളല്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറുള്ള മനസ്സുള്ള എത്ര പേരുണ്ട്? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. വീണ്ടും കമന്റ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോ ചില ആളുകൾ ഇവന് ആരാണ് ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്യിപ്പിക്കാൻ? നിങ്ങൾ ഇവിടെ ലൈവ് ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. കേവലം ഒരു 45 മിനിറ്റ് നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കോ സാർ യെസ്, സലീമിക യെസ്, അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് ഉറപ്പായിട്ടും ഈ 6 മണിക്ക് ഇവിടെ കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ട് ചോദിച്ചല്ല, മറിച്ച് നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് രാധാ മാഡം. ഒരുപാട് ആളുകൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ മനസ്സുള്ളതും അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആളുകളാണ്. യെസ്, താങ്ക് യു. യെസ്, 100% അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആര് പറയുന്നു എന്നുള്ളതല്ല. നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂമിന്റെ ഭാഗമായിട്ട് കയറുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ കിട്ടുന്ന ഓരോ ഇൻഫർമേഷനും, ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനീഷ് സാറ് ഒരുപാട് ഭംഗിയായിട്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് തന്നു. അങ്ങനെ ഒരുപാട് ഇന്നലെ നമ്മുടെ അൾട്രാബെറിയെ കുറിച്ച് നമ്മുടെ മഞ്ജുനില മാഡം, ഇതൊക്കെ എങ്ങനെ നമ്മള് ചില സമയത്ത് അത്ഭുതമാണ് ഇവരൊക്കെ ഇത് എവിടെ നിന്ന് പഠിച്ചിട്ട് വരുന്നത് എന്നുള്ളതാണ്. സ്കൂളിൽ പഠിച്ച സമയത്ത് പോലും ഞാനൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, ഏറ്റവും പഠിക്കാൻ മോശമായ ആളുകൾ എന്നുള്ള നിലയിൽ ഏറ്റവും പിന്നിലേക്ക് പോകുന്ന ആള്. പഠിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോ നമ്മളെന്ന് പറയുന്ന വ്യക്തി അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ അത് എടുക്കുകയല്ലേ വേണ്ട. യഥാർത്ഥത്തിൽ നമ്മള് ചില ആളുകള് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകള് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകൾ. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകളാണ് ഏറ്റവും മികച്ച ആളുകളെന്ന് ഞാൻ പറയും. കാരണം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസ് ചെയ്തിട്ട് ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചതാണ്. അങ്ങനെ വാശി പിടിച്ച സമയത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ലൈബിലിറ്റിയിലേക്ക് ഞാൻ മാറി എന്നുള്ളതാണ്. മുൻപരിചയമില്ലാത്ത ഒരു മേഖലയിൽ കൈവെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്
നമ്മുടെ പരാജയം എന്ന് പറഞ്ഞാൽ. അല്ലെ നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ല മുന്നേ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത ആളുകൾ അവരുടെ തെറ്റുകൊണ്ടല്ല യഥാർത്ഥത്തിൽ പരാജയം സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മളെ പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആളുകൾ ലക്കിലൊക്കെ വിജയിക്കുന്ന ആളുകളുണ്ട്, എന്നാലും ഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ നമ്മൾ ഒരു ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചു ട്രഡീഷണൽ മേഖലയിൽ. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇബട്ടോറത്തിന്റെ സ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇത് ചെയ്തില്ലെങ്കിലും ഞാൻ വേറൊരു സാധനം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ ട്രഡീഷണൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഞാൻ സക്സസ് ആവും. ഞാൻ അതിനെ പൂർണ്ണമായി ഇതാവുന്നില്ല. നമുക്ക് ജീവിച്ചു പോകാം എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഒരു 6 മാസത്തിനുള്ളിൽ, കാരണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, 6 മാസത്തിനുള്ളിൽ പുതിയ ചലഞ്ചസുകളെ അവർ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ട്രഡീഷണൽ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു റോഡ് സൈഡിലാണ് വീടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു റെന്റിനൊരു ഷോപ്പ് എടുത്തുകൊണ്ട് നിങ്ങളൊരു പലചരക്ക് കട, നമ്മുടെ നാട്ടിൽ പറയാ പലചരക്ക് കട എന്നാ പറയുന്നത്, അങ്ങനെ നിത്യോപയോഗമായ സാധനങ്ങൾ വെക്കുന്ന ഒരു ഷോപ്പ് നിങ്ങളുടെ നാട്ടിൽ തുടങ്ങി എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചലഞ്ചസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമാന മേഖലകളിൽ നിന്ന് നമുക്ക് ചലഞ്ചസിനെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് ആദ്യത്തെ വെല്ലുവിളി. ഒരു കാലഘട്ടത്തിൽ ഞാനും അനുഭവിച്ചത് അതാണ്. ഞാനൊരു സ്വന്തമല്ല, വാടകയ്ക്ക് ഒരു കെട്ടിടമെടുത്ത് അവിടെ ഒരു ബേക്കറി തുടങ്ങി. ഓപ്പോസിറ്റ് സൈഡിൽ 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയൊരു ബേക്കറി ആരംഭിച്ചു. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിനെ നേരെ പകുതിയായി മാറി എന്നുള്ളതാണ്. അങ്ങനെ പകുതിയാക്കി കുറക്കാൻ ആ വ്യക്തിക്ക്, ഒരു സ്ത്രീയാണ് ആ ബേക്കറി തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും എന്റെ ഷോപ്പിലേക്ക് വരുന്ന പല ആളുകളും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. 5000 രൂപയും 10000 രൂപയും 20000 രൂപയും ഒക്കെ കച്ചവടം നടന്നിരുന്ന സ്ഥാനത്ത് 1500 രൂപയിലേക്ക് അത് 6 മാസത്തിനുള്ളിൽ അങ്ങനെ കുറഞ്ഞു ഗ്രാജുവലി 15000 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 7000 5000 ഒക്കെ ആയിട്ട് ചുരുങ്ങി വന്നു. എന്റെ ബിസിനസ് ഏകദേശം തീരുമാനമാക്കാനായിട്ട് അത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് സെയിം മോഡൽ ഒരു ഷോപ്പ് നമ്മുടെ ഓപ്പോസിറ്റ് വരികയോ നമ്മുടെ സമീപ പ്രദേശത്ത് വരികയോ ചെയ്താൽ നമ്മുടെ ഷോപ്പിന് ഒരു ചലഞ്ചസ് ആണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്ത്. ശരിയാണെങ്കിൽ ശരിയാണെന്ന്, നോ ആണെങ്കിൽ നോ എന്ന്. യെസ്, ശരിയാണ് അല്ലേ? ഭൂരിഭാഗം ആളുകൾക്ക് ഇത് അറിവില്ലാത്ത കാര്യം. വലിയ സയൻസ്, വലിയ തിയറി ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു കട തുടങ്ങിയാൽ അതിന് ഓപ്പോസിറ്റ് കടകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കട വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരാജയപ്പെടുത്താനായിട്ട് അങ്ങനെ കഴിയുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുന്നില്ല, മറ്റൊരു ബിസിനസ് ആണ് ഞാൻ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടത്തെ ഒരു സംഗതി, നമ്മൾ ഇപ്പൊ ഷോപ്പ് കാര്യം അങ്ങനെ നിൽക്കട്ടെ, വേറൊരു ബിസിനസ്, ഞാനൊരു ചെറിയൊരു സംരംഭം എന്നുള്ള നിലയിൽ ഒരു പപ്പട ഫാക്ടറി, സ്വന്തമായിട്ടൊരു പപ്പടം നിർമ്മിക്കുന്ന യൂണിറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്ത് അങ്ങനെ ഒരു കച്ചവടം കൂടാനും, ഗ്രാമപ്രദേശങ്ങളിൽ പൊതുവിൽ അങ്ങനെ കച്ചവടം കൂടി വരാനുള്ള ചാൻസുകൾ കുറവാണ് സർ. ഗ്രാമപ്രദേശങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പട്ടണങ്ങളിൽ കൂടുതൽ സാധ്യതകൾ കൂടുതലാണ്. ഞാൻ അതിലേക്ക് എത്തുകയാണ്. എന്തായാലും സാർ പറഞ്ഞ പോലെ കച്ചവടം കൂടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, എന്റെ നാട്ടിലെ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ആളുകൾക്കറിയാം, മുന്നേ നമുക്ക് നേരിടേണ്ടി വരുന്നത് സമാന മേഖലകളിൽ നിന്ന്, ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റിലേക്കാണ്, സമാന ആളുകളിൽ നിന്നായിരുന്നു എങ്കിൽ ഇന്നിപ്പോ ആളുകൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, എറണാകുളത്ത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, യൂസഫ് അലിയുടെ ലുലു മാൾ എന്ന് പറയുന്ന ഒരു സംവിധാനം എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ എന്റെ നാട്ടിലുള്ള കാറും അതുപോലെ ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ മനുഷ്യർ അവിടെ ഒരു സോപ്പ് എടുത്താൽ ഒരു സോപ്പ് ഫ്രീ, തക്കാളി മേടിക്കുമ്പോൾ സവാള ഫ്രീ എന്ന് പറയുന്ന ഓഫറുകൾ പത്രങ്ങളിൽ കാണുമ്പോൾ എന്റെ നാട്ടിലെ കാറും എടുത്ത് കിലോമീറ്ററുകൾ, ചെറിയ വ്യത്യാസത്തിൽ 10, 15, 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളത് അല്ലെങ്കിൽ 30 കിലോമീറ്ററോ 40 കിലോമീറ്ററോ ഡിസ്റ്റൻസിൽ നിന്ന ആളുകൾ വാഹനം ഓടിച്ചുകൊണ്ട് ലുലു മാളിൽ വന്നുകൊണ്ട് അവിടെ നിന്ന് ഇറച്ചിയും മത്സ്യവും
അതുപോലെ തന്നെ നമുക്ക് വേണ്ട A to Z സാധനങ്ങൾ, ഇപ്പൊ ഒരു പലചരക്ക് കടയിൽ വന്നാൽ അവിടെ അരിയും പലചരക്ക് സാധനങ്ങളും മേടിച്ചാൽ തൊട്ടപ്പുറത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പോയി മത്സ്യം വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുക എന്നുള്ള സാധനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ തീരുമാനിച്ചു ലുലു മാളിനെ ആശ്രയിക്കാമെന്ന്. ഇവിടുത്തെ കണക്കുകൾ, വ്യാപാരി വ്യവസായിയുടെ കണക്കുകൾ സൂചിപ്പിച്ചാൽ അവർ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു 20 to 30% കച്ചവടം കിട്ടിക്കൊണ്ടിരുന്ന കച്ചവടം കുറക്കാനായിട്ട് ലുലു മാൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാട്ടിലും മാളുകൾ ആരംഭിക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. അത് ജോസഫ് ചിറ്റിലപ്പള്ളി, നമ്മുടെ MA യൂസഫ് അലിയുടെ ലുലു മാൾ ആവാം, മറ്റെന്തെങ്കിലും വലിയ സ്ഥാപനങ്ങളാവാം. ഇത് തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. വലിയ വലിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ നമുക്കൊരു ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇത് ഒരു ചലഞ്ചസ് ആണ് നമ്മൾ നേരിടുന്നത്. അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. എന്റെ പ്രദേശത്തേക്കും അടക്കം ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ബുക്ക് ചെയ്താൽ 20 മിനിറ്റും 15 മിനിറ്റും സമയത്തിനുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തേക്കും എത്തുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ അവിടെ പോയി മേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന സംവിധാനം വന്നപ്പോൾ എന്റെ നാട്ടിലെ പലചരക്ക് കച്ചവടക്കാരനും എന്റെ നാട്ടിലെ സാധാരണ കച്ചവടക്കാരനും അതിനൊരു പണി കിട്ടി. സമാന മേഖലകളിൽ നിന്നും പണി കിട്ടേണ്ട സാഹചര്യത്തെ ഇവിടെ മറ്റൊരു രീതിയിലേക്ക് ഒരു ആപ്ലിക്കേഷനിലൂടെ പണി കിട്ടാൻ തുടങ്ങിയെന്നാണ്. ഞാൻ സ്വന്തമായി ഒരു ടാക്സി ഓടിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ടാക്സി എടുത്താൽ ഇന്ന് നേരിടേണ്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, എന്റെ ടാക്സിയേക്കാൾ ഞാൻ ഈ നാട്ടിൽ കൊണ്ടുവന്ന ഒരു ടാക്സി ഇട്ടാൽ അത് യൂബറിന്റെയും ഓലയുടെയും അതുപോലെ തന്നെ വെല്ലുവിളിയെ ഞാൻ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ആപ്ലിക്കേഷനുകളെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം. നമ്മൾ സമാന മേഖല, എന്റെ നാട്ടിലെ കല്യാണം നടത്തുന്ന ബ്രോക്കർമാരുണ്ടായിരുന്നു. എന്റെ നാട്ടിൽ കല്യാണം നടത്തുന്ന ബ്രോക്കർമാരെ ഇന്ന് കാണാനില്ല. ആ സ്ഥാനത്തേക്ക് മാതൃഭൂമിയുടെ മാട്രിമോണിയും അതുപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷനുകളും വന്നപ്പോൾ ആളുകൾ ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ സമാന മേഖലകളിൽ നിന്നും നമ്മൾ വെല്ലുവിളി നേരിടേണ്ട സാഹചര്യത്തെ മാറി എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഒരു പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എറണാകുളത്ത് തന്നെ ഒരുപാട് ഈ തിയേറ്ററുകളുടെ വാതിക്കെ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നത്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുമായിരുന്നു ഇടക്കൊക്കെ. അപ്പോ ഈ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത, 50 രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്കത് മറിച്ച് 100 രൂപക്കൊക്കെ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മണിക്കൂർ അവിടെ നിന്ന് ഇടികൊണ്ടാൽ നമുക്ക് 10, 200, 250 രൂപയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കാമായിരുന്നു. എന്റെ കൊച്ചി സിറ്റി നോക്കിയ ഒരുപാട് ഗുണ്ടകൾ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. ഇന്ന് ഒരു ബ്ലാക്കിൽ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ഇന്നിപ്പോ ക്യൂ ഇല്ല, ഒരു തിയേറ്ററുകളിലും അങ്ങനെ ഇല്ല. മറിച്ചത് ഒരു ആപ്ലിക്കേഷൻ വന്ന് അത് പരിഹരിച്ചു. അതെന്ത് ആപ്ലിക്കേഷനാണ്? എന്ത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ആളുകൾ ടിക്കറ്റ് എടുക്കുന്നത്? ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് പരിഹരിക്കപ്പെട്ടു. ആ മേഖലയിലെ തൊഴിലാളികൾ ഇന്ന് തൊഴിലില്ലാതായി, അവര് വേറെ പണിക്ക് പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഒരുപാട് മേഖലയിൽ ചലഞ്ചസിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീരുമാനിക്കുന്നു, ഞാനൊരു ചെറിയ കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഞാൻ ഒരു ടാക്സി ഓടിക്കാം, ഞാൻ മറ്റൊരു ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ച് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കോടീശ്വരന്മാർ അവരവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷനോ മറ്റ് സംവിധാനമോ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൻ പ്രദേശത്തെ കച്ചവടം മുഴുവനും നാട്ടിൻ പ്രദേശത്തെ മുഴുവൻ സ്ഥാപനങ്ങളെയും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് അവർ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതിനെ തടഞ്ഞു നിർത്താൻ, വലിയ മലവെള്ളപ്പാച്ചിൽ വരുമ്പോ അതിനെ ചെറിയ തടയണ കെട്ടിക്കൊണ്ട് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓൺലൈൻ ടാക്സി വന്ന സമയത്ത് ഇവിടുത്തെ നാട്ടിലുള്ള ഒരു തൊഴിലാളി യൂണിയന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ള നിലക്ക് പറയാണ്. നമ്മൾ ഒരുപാട് സമരം ചെയ്തു. വലിയ മലവെള്ളപ്പാച്ചിൽ വരുന്ന സമയത്ത് തടയണ കെട്ടിയിട്ട് അതിനെ തടയാൻ നോക്കുന്നത് പോലെയാണ് യൂബറിനെയും ഓലയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന സമരങ്ങൾ.
അപ്പോ ആ സമരങ്ങൾ കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിലവിൽ ട്രഡീഷണൽ ആയിട്ട് എന്ത് സാധനം ചെയ്താലും അത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ബാങ്കിങ് മേഖല എടുത്തു നോക്കിയാൽ പണ്ടൊരു SBIയുടെ ശാഖയിൽ ചെന്ന് നോക്കിയാൽ 10ഉം 12ഉം സ്റ്റാഫിനെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ 3 സ്റ്റാഫാണ് ഇന്ന് എല്ലാ ബാങ്കുകളിലും മെയിൻ ആയിട്ട് കാണുന്നത്. ഒന്നൊരു മാനേജർ ഉണ്ടാവാം, ഒന്നൊരു തൂത്ത് വാരുന്ന ഒരാളുണ്ടാവും, ഒരു ക്യാഷിലിരിക്കുന്ന ഒരാളെയും കാണാൻ വേണ്ടി കഴിയും. ബാക്കി മുഴുവൻ ആളുകളെയും തുടച്ചു നീക്കിയിട്ടുണ്ട് ഒരു ബാങ്കിൽ നിന്ന്. മുഴുവൻ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. 10ഉം 12ഉം 15ഉം പേരൊക്കെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ 2ഉം 3ഉം വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കാലഘട്ടം മാറി പ്രിയപ്പെട്ടവരെ. നമ്മുടെ കാലഘട്ടം വളരെ അപകടകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവിനൊരു കുറവുമില്ല, ചിലവിന് യാതൊരുവിധ കുറവുമില്ല. നമ്മുടെ വരുമാനത്തിൽ വലിയ വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടിവിനെ പരിഹരിക്കാനായിട്ട് ലോകത്തിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരേ ഒരു മാർഗമാണ്, അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും പുച്ഛിക്കും. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ AI എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ മറിച്ച് അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രൊഫഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്. ഇതെല്ലാം പയ്യെ പയ്യെ തുടച്ചു നീക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. ഡോക്ടറുടെ സേവനമൊന്നും വേണ്ട. നമുക്ക് വിദേശ അമേരിക്ക എടുത്തു നോക്കിയാൽ, മറ്റു രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ അവിടെ പകരം സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇന്ന് അമേരിക്കയിൽ നിയമ സംവിധാനങ്ങളെ കുറിച്ച് നോക്കിയാൽ അവിടെ കോടതികളിൽ കയറി ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. നമ്മുടെ നാട്ടിൽ കോടതിയിൽ വക്കീലന്മാരെ കാണാൻ, ഞാൻ 2 വർഷം LLB പോയ ആളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഇന്നും LLBക്ക് ചേരുന്ന, ഇതൊന്നും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സാധ്യതകളെ കുറഞ്ഞു വരുന്നു. ലോകം അങ്ങനെയാണ്, ലോകത്തിന്റെ മാറ്റം അങ്ങനെയാണ്. ഈ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും എന്നുള്ളതാണ്. ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ തന്നെയാണ്. കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. റേഡിയോ കണ്ടുപിടിച്ച ഇപ്പൊ സലീമിക്കയൊക്കെ പോലെ, ഗിരിച്ചിച്ചയൊക്കെ പോലെ ഒരുപാട് ആളുകൾ റേഡിയോയിലെ പാട്ട് കേട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആ ഒരു റേഡിയോയുടെ ആസ്വദിച്ച ആളുകളാണ്. റേഡിയോ കണ്ടുപിടിക്കപ്പെട്ട് 40 വർഷക്കാലം വേണ്ടി വന്നു അത് ജനകീയമാകാനെന്ന് ആണ് പറയപ്പെടുന്നത്. കാരണം ലോകം മുഴുവൻ ആളുകൾ റേഡിയോ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് അത്ഭുതത്തോടു കൂടിയാണ് കണ്ടുപിടിക്കപ്പെട്ട നാളുകളിൽ അത് മനുഷ്യൻ സ്വീകരിച്ചത്. മറ്റുള്ളവന്റെ ശബ്ദം നമ്മൾ ഒരു ചെറിയ ഒരു പെട്ടിയിലൂടെ കേൾക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയപ്പോ പല ധനം ഉള്ള ആളുകളുടെ, പൈസക്കാരന്റെ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്ന സാധനം അത് സാധാരണക്കാരന്റെ കൈകളിലേക്ക് എത്താൻ ഏകദേശം ജനകീയമായി മാറാൻ 40 വർഷം വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അത് മാറി കാഴ്ച മാത്രമല്ല, മറിച്ച് കേൾവി മാത്രമല്ല, കാഴ്ചയും കൂടി ഉൾപ്പെടുന്ന ടെലിവിഷൻ, TV എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിയ സമയത്ത് ആ TV ജനങ്ങളിലേക്ക് എത്താൻ ഏകദേശം 20 വർഷം സമയം വേണ്ടി വന്നു. പൈസയുള്ള ആളുകളുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ട ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവാം. മീറ്റർ കണക്കിന് അല്ലെങ്കിൽ ഒരുപാട് ദൂരേക്ക് സഞ്ചരിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ പോയി ചിത്രഗീതവും ചിത്രാഞ്ജലിയും ഒക്കെ കണ്ട് തിരിച്ചു വന്ന ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ നിന്നും കളർ ടെലിവിഷനിലേക്കും ഇന്ന് കാണുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളോടുകൂടിയ LED TVയിലേക്കൊക്കെ വരെ എത്തുന്ന ഒരു കാലഘട്ടം. അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മാധ്യമം ജനകീയമായി മാറിയത് ഏകദേശം 20 വർഷം വേണ്ടി വന്നു. 40 വർഷം എടുത്ത റേഡിയോയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന സാധനം 20 വർഷം വേണ്ടി വന്നു ആളുകളിലേക്ക് എത്താൻ. അതിനുശേഷം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം 20 വർഷമൊന്നും വേണ്ടി വന്നില്ല, 10 വർഷം കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തി. അത് ഇന്റർനെറ്റ് ആയ സമയത്ത് 1 വർഷം കൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും എത്തി. ഇന്ന് അതിനകത്ത് ഉപയോഗിക്കുന്ന അതിന്റെ സ്പീഡ് എന്ന് പറയുന്ന ഒരു സാധനം മിനിറ്റുകൾ കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും ആളുകളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ വേഗത 2Gയും 4Gയും 5Gയും ഒക്കെ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് സംവിധാനങ്ങൾ എത്താൻ സെക്കൻഡുകൾ മതി. അമേരിക്കയിൽ എവിടെയെങ്കിലും ഈ ഒരു സംവിധാനം ഏർപ്പാടാക്കി കഴിഞ്ഞാൽ അത് സെക്കൻഡുകൾക്കുള്ളിൽ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് ആ സംവിധാനം എത്തുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നും
ഈ ട്രഡീഷണൽ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെങ്കിൽ എന്റെ വളർച്ച, എന്റെ മുന്നേറ്റം അത് തടയപ്പെടും. അത് വളരെ 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 സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത നോക്കുമ്പോൾ 1940-കളിൽ ഇത് അമേരിക്കയിൽ വന്ന കാര്യമൊക്കെ നമുക്കറിയാം. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പൂഴ്ത്തിവെപ്പിന്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു സംവിധാനമൊക്കെ വന്നതും കണ്ടുപിടിക്കപ്പെട്ടതും. അത് ഇന്ത്യയിലേക്ക് എത്താനായിട്ട് വൈകി. കാരണം ഞാൻ മുന്നേ പറഞ്ഞ ഇന്റർനെറ്റും ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ വൈകി. അങ്ങനെ ഇന്റർനെറ്റ് ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്താൻ വൈകി. ഇന്റർനെറ്റ് ഒക്കെ വന്ന് നമ്മൾ പയ്യെ ഈ മേഖലയിലേക്ക് വന്ന് ഒരുപാട് കള്ളനാണയങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ഇതിന്റെ നെഗറ്റീവ് സൈഡിനെ കുറിച്ച് പറയും. നമ്മുടെ കത്തി എന്ന് പറയുന്ന സാധനം അത് കുത്താൻ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറി അരിയാൻ ഉപയോഗിക്കാം, നമുക്ക് പല പല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ആളുകൾ കുത്തി കൊല്ലുന്നുണ്ട്. പക്ഷെ കത്തി എന്ന് പറയുന്നത് ഇതിന്റെ കുഴപ്പമല്ല, അത് കുത്തി കൊല്ലുന്ന ആളുടെ മാനസികാവസ്ഥ പോലെ ആയിരിക്കും. നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും നല്ല മേഖലയാണ്. പക്ഷെ ഇതിനെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ പോരായ്മയായിരുന്നു. ആ പോരായ്മയൊക്കെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ ഒരു നിയമ സംവിധാനം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒട്ടുക്ക് നോക്കിയാൽ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് വലിയ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു നിയമപരമായി. രഞ്ജിയായ അപ്പൊ ആ രീതിയിലേക്കായിട്ടുണ്ട്. യെസ്, 10G വരെ എത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ കുറെ കൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട് എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംവിധാനം, നിയമ സംവിധാനം വളരെ ശക്തമാണ്. മുന്നേ ഉണ്ടായിരുന്ന കള്ളനാണയങ്ങളെ ഒരുപാട് പിടിക്കപ്പെടുന്നുണ്ട്, ചിലത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകൾ ഇപ്പോഴും മണി ചെയിൻ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കേണ്ടാവും. അവർ പറയും ഇതെല്ലാം ലീഗലാണ് എന്ന് പറയും. അവിടെ പിടിക്കപ്പെടാനായിട്ട് നമ്മുടെ നാട്ടിൽ നല്ല നോട്ടുമുണ്ട്, കള്ള നോട്ടുമുണ്ട്. ഈ നല്ല നോട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അതിനെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് കള്ളനോട്ട് ഇറക്കുന്ന ആളുകളുണ്ട്. അത് നല്ല നോട്ട് ഉള്ളിടത്തോളം കാലം ഉറപ്പായിട്ടും കള്ളനോട്ടും ഉണ്ടാവും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ രീതിയിലും പണം സമ്പാദിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പൈസ മറ്റുള്ളവന്റെ കയ്യിലെ പൈസ എടുത്തിട്ട് വേറൊരിടത്തിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തിലൊക്കെ നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റി കളയാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും അതിനെ സംബന്ധിച്ച് പറയാനുള്ള, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. എന്തായാലും ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ മുന്നേ ഒരു കമ്പനി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒരു ടോപ്പ് അച്ചീവർ ആയിരുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ, പലപ്പോഴും പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം. ഒരു സാധാരണ മനുഷ്യൻ, PV അശോകൻ എന്ന് പറഞ്ഞ തൃശ്ശൂരുകാരനായ ഒരു സാധാരണ മനുഷ്യൻ കഴിഞ്ഞ 2 വർഷം മുന്നേ അദ്ദേഹം മരണപ്പെട്ടു പോയി. 100 കോടി രൂപയിലധികം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അശോകൻ സാറിന്റെ പേരിലായിരിക്കും. 100 കോടി രൂപയിലധികം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ മേഖലയിലൂടെ വരുമാനം ഉണ്ടാക്കിയ വ്യക്തിയാണ്. സാധാരണ വ്യക്തിയാണ്, സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യൻ ആ രീതിയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സഞ്ചരിക്കുന്നത് റേഞ്ച് റോവർ, ഏകദേശം 2-2.5 കോടി രൂപ വിലയുള്ള ഒരു കാറിൽ ഒരു സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഭാര്യ സഞ്ചരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അതാണ്. ഞാനില്ലെങ്കിലും എന്റെ വീട്ടിലേക്ക് വരുമാനം വരാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടാവുന്ന ഒരു അവസരം, അത് ഒരേ ഒരു മേഖലയാണ്, അത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ്. അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവര്. പല സമയത്തും ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ നമ്മളെ പുച്ഛിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. എന്തിനാണ് കളിയാക്കുന്നത്? ആളുകൾക്ക് ഈ മേഖലയെ കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഒരു കടമ എന്നുള്ളത്. നമ്മൾ അത് ചെയ്യാതെ നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തുകയാണ്, ആളുകളെ പരിഹസിക്കുകയാണ്. നിങ്ങൾക്കിത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇതിന്റെ സാധ്യതയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നിയമപരമായി നമ്മുടെ നാട്ടിൽ ഒരുപാട് ചിട്ടി കമ്പനികൾ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോ KSFE ഒഴിച്ചാൽ, അല്ലെ ഗോകുലം ചിട്ടി പോലെയുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ആ ചിട്ടി സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ
നമ്മുടെ നാട്ടിൽ ഒരു ചിട്ടി കമ്പനികൾക്കും പ്രവർത്തിക്കാനുള്ള അംഗീകാരമില്ല. അവിടെ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് RBI എന്ന് പറയുന്ന സംവിധാനത്തിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ മൂലം പക്വതയുള്ള ലീഡറായിരുന്നു. യെസ്. അപ്പോ കൃത്യമായുള്ള ഇടപെടൽ മൂലം ഇന്ന് പൊള്ളയായ കള്ളനാണയങ്ങൾ ഈ ഗവൺമെന്റ് പിടിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും ചില തട്ടിപ്പ് സ്ഥാപനങ്ങൾ ഇടക്ക് വരാറില്ലേ? നമ്മുടെ നാട്ടിലും വരാറുണ്ട്. RBI ഒക്കെ എത്ര ഇടപെട്ടാലും ഈ പറയുന്ന കള്ളനാണയങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇത് ഇൻഷുറൻസ് മേഖലയിൽ വലിയ തട്ടിപ്പുകളും വലിയ പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ച സമയത്താണ് ഇൻഷുറൻസ് IRDA എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു. ആ സംവിധാനത്തിലൂടെ ഇന്നിപ്പോ ഇൻഷുറൻസ് മേഖല വളരെ സ്മൂത്തായി ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നതുപോലെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല കൃത്യമായ രീതിയിലേക്ക് ഇന്ന് കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് 2 IAS ഓഫീസർമാരെ ഇതിന് ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സമയത്തും പല പ്രോഗ്രാമിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ സാധ്യതയെ കുറിച്ച്. നമ്മൾ കൃത്യമായ രീതിയിൽ ടാക്സ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും 4 കോടി രൂപ മനോജ് സാറ് വരുമാനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നു എന്നുള്ളതാണ്. ശരിയല്ലേ? നമ്മൾ ഓരോരുത്തർക്കും കിട്ടിയ, അല്ലെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള വരുമാനം എടുത്ത് നോക്കിയാൽ TDS കട്ട് ചെയ്ത് ഇപ്പോ TDS നമ്മുടെ IT റിട്ടേൺ ITR ഫയൽ ചെയ്യേണ്ട ഒരു സമയത്താണുള്ളത്. പല ആളുകളും ITR ഫയൽ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജൂലൈ മാസം 31-ാം തീയതി വരെയാണ് നമുക്ക് അതിന്റെ സമയം അനുവദിച്ചിട്ടുള്ളത്. അപ്പോ ആ ജൂലൈ 31-ന് മുന്നേ തന്നെ നമ്മുടെ ITR ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോ കൃത്യമായ രീതിയിൽ ടാക്സ് അടച്ചുകൊണ്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ യാതൊരുവിധ ഒരു ഫേക്ക് പരിപാടികളുമല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും കൃത്യമായ രീതിയിൽ പണിയെടുത്താൽ കൃത്യമായ രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. ഇനി ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കഴിവില്ലെങ്കിലും ഈ മേഖലയിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ സാധ്യതയാണ് ഈ പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ അശോകൻ സാറിന്റെ അനുഭവം, അല്ലെങ്കിൽ ഡോക്ടർ M ഷംസുദ്ദീൻ എന്ന് പറയുന്ന 100 കോടി രൂപയിലധികം വരുമാനം മേടിച്ച മറ്റൊരു വ്യക്തി. അദ്ദേഹം ഡയറക്ട് സെല്ല് അല്ലെങ്കിൽ മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികളെ ഹംസ സാറിനൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഇവരെല്ലാം ഇന്നിപ്പോ ഷംസുദ്ദീൻ സാറാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ നന്നായി ജീവിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ ആബ്സെൻസിലും വരുമാനം വരാൻ പറ്റുന്ന ഒരു മേഖല അവരവിടെ തെരഞ്ഞെടുത്തു. നമ്മളും അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ നോമിനിക്കും ഞാൻ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചങ്കുറപ്പോടുകൂടി മറ്റൊരാളോട് പറയുന്ന ഒരു വാക്കാണ്, എന്റെ ആബ്സെൻസിലും എന്റെ കുടുംബത്തേക്ക് വരുമാനം കിട്ടാവുന്ന ഒരു അവസരത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഇപ്പോ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമുക്ക് വലിയ കഴിവില്ലെങ്കിലും ഈ മേഖലയിൽ വിജയിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മുടെ കൂടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് സക്സസ് ആവും. നിങ്ങൾ 2 ഓർഗനൈസേഷനിലായിട്ട് ഇന്നിപ്പോ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് ഓർഗനൈസേഷൻ, റൈറ്റ് ഓർഗനൈസേഷനിലായിട്ട് 2 വ്യക്തികളെ, നല്ല നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പലപ്പോഴും നമുക്ക് നമ്മുടെ ചിന്തയാണ്, അയ്യോ നല്ല ആളുകളാണ് ചീത്ത ആളുകൾ, എങ്ങനെ നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെയൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ വരുന്ന ആളുകൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവും. ചിലപ്പോ നമ്മ തുടങ്ങുന്ന സമയത്തായിരിക്കില്ല അവർ ഈ ബിസിനസിനെ അത്രയും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കും, അല്ലെ? നമ്മുടെ കൂടെ വരുന്ന ആളുകൾ അവരവരുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ വലിയ കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പോലും നമുക്ക് നന്നായി വിജയിക്കാൻ വേണ്ടി കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കാം.
ഇപ്പൊ ഹംസ സാറിനെ പോലെ അല്ലെങ്കിൽ യൂനസ് ഭായിയെ പോലെ ഗീത ചേച്ചിയൊക്കെ പോലെ നന്നായി സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ മനോജ് സാറിന്റെ കൂടെ ഒരുപാട് ആളുകൾ നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ട്. മനോജ് സാർ ഇത്തിരി കുറഞ്ഞ് സംസാരിച്ചാലും ഈ ബിസിനസ് ഡെവലപ്പ് ആവും. അപ്പൊ പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വേണോ, അല്ലെങ്കിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്. നമുക്ക് വലിയ കഴിവില്ലെങ്കിലും നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ വരും. അങ്ങനെ വരുന്ന സമയത്ത് അവര് ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, അയ്യോ ആളെ കിട്ടിയില്ലല്ലോ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ആളില്ലല്ലോ, എന്താണ് ഇതിനൊരു ഒരു സൊല്യൂഷൻ. നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആളെ നമ്മൾ ചെന്ന് പറയാതെ ഒരാളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരില്ല. നമ്മൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന ചില ആളുകൾക്ക് നമ്മൾ വിചാരിക്കും ആരെങ്കിലും ഒക്കെ രാവിലെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെയും കൂടി ഒന്ന് രക്ഷപ്പെടുത്തേ എന്നും പറഞ്ഞ് വരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മളൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇറങ്ങി പുറപ്പെടുക, ആളുകളോട് സംസാരിക്കുക, റിജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഈ നാണം, അവിടെ നമുക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് നാണം അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ആ ഒരു ഞരമ്പൊന്ന് പൊട്ടിച്ചു കളയാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഒരു നാണവും മാനവും ഇല്ലാതെ നമ്മൾ ആളുകളോട് ഇതിനെ കുറിച്ച് പറയുക. കാരണം ജീവൻ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വേണ്ടതാണ്. രക്തയോട്ടമുള്ള എല്ലാ മനുഷ്യർക്കും കൊടുക്കാനുള്ള ഒരു സാധനമാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. ആ സാധനം വെച്ചിട്ട് നാണിച്ചു നിൽക്കുന്നതെങ്കിൽ നാണിച്ചു തന്നെ നിൽക്കാതെ നമുക്ക് അവസരമുള്ളൂ. നമ്മളെ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ആളുകളാണെങ്കിൽ അങ്ങനെ ഒരാൾ നമുക്ക് വരാനില്ല പ്രിയപ്പെട്ടവരെ. നമ്മളാണ് ഇറങ്ങി പുറപ്പെടേണ്ടത്, നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്, നമ്മളാണ് വിജയിച്ച് കാണിക്കേണ്ടത്. അങ്ങനെ വിജയിക്കാനുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. എന്തായാലും ഇതിന്റെ സാധ്യതകൾ ഒരുപാടാണ്, ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ഒരു 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 കട്ട നമ്മൾ ഒറ്റക്കെടുത്ത് അതിന് ഇതുണ്ട്. ഒരുപാട് കട്ടകൾ എടുക്കണമെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എടുപ്പ് ആ സാധനം പൊക്കി മാറ്റുക എന്നുള്ളത് വളരെ എളുപ്പമായി മാറും. ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോൾ നമുക്ക് സീലിംഗ് എന്ന് പറയുന്ന ഒരു 1250 PV നമ്മുടെ ലെഫ്റ്റിലും 1250 PV നമ്മുടെ റൈറ്റിലും വരുന്ന സമയത്താണ് നമ്മൾ ഒരു ദിവസം 50,000 രൂപ എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫിൽ, അല്ലെങ്കിൽ ഒരു ദിവസം 1,00,000 രൂപ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ കൂടെ വരുന്ന ആളുകൾ അവരുടെ വരുമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് സാർ കഴിഞ്ഞ ദിവസം 50,000 രൂപ, 51,400 രൂപയുടെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാനം. ആ വരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള കഴിവല്ല, ഒറ്റക്കുള്ള ഒരു കഴിവ് കൊണ്ടാണെങ്കിൽ അദ്ദേഹം മുന്നേ വിജയിക്കേണ്ടതായിരുന്നു. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുള്ളത്. 4 കോടി രൂപ എന്ന് പറയുന്ന വരുമാനത്തിലേക്ക്. സാധാരണ ഉത്സവ സ്ഥലങ്ങളിൽ പോയി ചെറിയ ഈശ്വരന്മാരുടെ രൂപങ്ങൾ വിറ്റുകൊണ്ട് നടന്ന, ജീവിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കാൾ കഴിവുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, എന്നെയും നിങ്ങളെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തിന്റെ കൂടെ വന്ന സമയത്താണ് ആ ഒരു അച്ചീവ്മെന്റുകളിലേക്ക് അദ്ദേഹം എത്തിയത്. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ കഴിയും. നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂടെ വരും. വിശ്വസിക്കുക, എന്റെ നാവ് കരുനാക്കാണ്, അത് ഫലിക്കുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ആ ഒരു സെക്കൻഡ്, ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ആണ് ഇന്നലെ കാണാൻ ഇടയായത്. അദ്ദേഹത്തിന്റെ വീഡിയോ സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച ഒരു വ്യക്തിയാണ്. 2 കൈയും 2 കാലും ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അനങ്ങാതെ കിടക്കുന്ന ഒരു കൃഷ്ണകുമാർ, കൊല്ലം ചവറ സ്വദേശിയായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ. 38 വയസ്സ് പ്രായമാണുള്ളത്. അദ്ദേഹത്തിന്റെ സംസാരം മാത്രമാണ്. കണ്ണുകൊണ്ട് ആദ്യമായി പുസ്തകം എഴുതിയ ഇന്ത്യയിലെ ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി. കണ്ണുകൊണ്ട് എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചാൽ, നമ്മൾ
പേനയും ഇതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു എഴുതാൻ പറഞ്ഞാൽ പോലും എഴുതാത്ത ആളുകൾ കമ്പ്യൂട്ടറിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ട് അതിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം രചിക്കുകയാണ്. ആ പുസ്തകം രചിക്കാനിടയായ ഒരു സാഹചര്യം യാത്രകളെ, ഇവിടെ എത്ര പേര് യാത്രകളെ ഇഷ്ടപ്പെടുന്നു? യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് യാത്ര പോകാൻ ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞേ. യാത്ര പോകുന്ന ഒരു വലിയ പാതകമൊന്നുമല്ല കേട്ടാ. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഒക്കെ യാത്ര പോകാനായിട്ടുള്ള അവസരം ഈ ബിസിനസ്സിലൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു യാത്ര പോകാൻ ഇഷ്ടമുള്ള ആളുകൾ, സ്ഥാപിച്ചതിന് ഇഷ്ടമാണ്? യെസ്, ഒരുപാട് ആളുകൾക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ കൃഷ്ണകുമാറിന്റെ ഈ അവസ്ഥയിൽ ഒരു വീൽ ചെയറിൽ കിടന്നുകൊണ്ടാണ്, ഇങ്ങനെ കിടക്കുന്ന ഒരു ഇതിലാണ് അദ്ദേഹം യാത്ര പോകാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയും ഒരു ചെറിയ കുടുംബമാണ്, അച്ഛനും പെങ്ങളും ഒക്കെ മരണപ്പെട്ടു പോയതാണ്. കൃഷ്ണകുമാറിന്റെ ആ ദൃഢനിശ്ചയം, നൂറ്റാണ്ടിന്റെ നടകളിൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് യൂട്യൂബിലും മറ്റു കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നൂറ്റാണ്ടിന്റെ നടകളിൽ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ചാണ് വിവരിക്കുന്നത്. ആ യാത്ര രാജീവ് ചേച്ചിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം പല വായനകളിലൂടെ ഈ ലോകത്തെ മനസ്സിലാക്കുകയും യാത്രകൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുകയും യാത്രകളെ പ്രണയിക്കാനും തുടങ്ങി. ആ യാത്രകളിലെ പ്രണയത്തിന്റെ ഭാഗമായി അദ്ദേഹം തമിഴ്നാട്ടിൽ ഇവിടെ നമ്മുടെ മധുരയിലും അതുപോലെ തന്നെ രാമേശ്വരത്തും ഒക്കെ പോയ യാത്രകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് വലിയ യാത്രകളെ കുറിച്ചൊന്നുമല്ല, ചെറിയ യാത്രകളാണ്. ഇന്ത്യ മുഴുവൻ കാണണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. കേരളം മുഴുവൻ അദ്ദേഹം പോയിട്ടുണ്ട്. വീൽ ചെയറിലാണ് പോയിട്ടുള്ളത് കേട്ടാ പ്രിയപ്പെട്ടവരെ. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു, നമുക്ക് രണ്ട് കൈയും രണ്ട് കാലും എല്ലാ സംവിധാനമുണ്ട്, പക്ഷെ യാത്രകളെ നമുക്ക് ഭയമാണ്. ഈ ഉല്ലാസ യാത്രക്ക് പോയാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തോ വലിയ പാപം ചെയ്യുന്നത് പോലെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ ഞാൻ ചോദിച്ചു, യാത്രയെ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ കാശില്ലാത്തത് കൊണ്ടാണ് പോവാത്തതെന്ന്. കാശൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, യാത്രകൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയി അദ്ദേഹം ഈ കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ട കാഴ്ചകളെ ഒരു ഡോക്യുമെന്ററി ചെയ്യണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ ഫലമായി 6 മാസം സമയമെടുത്തുകൊണ്ടാണ് ആ പുസ്തകം എഴുതി പൂർത്തിയാക്കിയത്. മാതൃഭൂമി ബുക്സ് ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടിന്റെ നടകളിൽ എന്ന് പറയുന്ന പുസ്തകം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്ന, കണ്ണും കൈയും കാതും എല്ലാം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ആ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. എല്ലാ അവയവങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? യാത്ര പോകണം എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തലുകൾ ഈ ഭൂമിയിൽ വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ കൊടുത്തിട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന നമ്മുടെ കമ്പനി ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, സാമ്പത്തികമാണ്. ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട രാണി സാർ വെച്ച ഒരു ഓഫർ അച്ചീവ് ചെയ്തുകൊണ്ട് തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ കഴിഞ്ഞത് ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗിൽ വന്നതുകൊണ്ടാണ്. ജീവിതത്തിൽ ആദ്യമായി കാർ വാങ്ങിച്ചത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് യാത്രകൾ പോകാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഈ മേഖലയിൽ വന്നതുകൊണ്ട് മാത്രം പൂർത്തിയാക്കിയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. ഒരുപാട് സ്വപ്നങ്ങളുടെ പിന്നിലുള്ള യാത്രയാണ്. എന്റെ കൂടെ ഒരുപാട് മനുഷ്യർ അത്തരം സ്വപ്നം കാണുന്ന ആളുകളുണ്ട്. നമ്മുടെ ആലപ്പുഴ സുജ മോളുടെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നത്, എന്തിനാണ് കുറച്ചു കാലം ജീവിച്ചാലും അത് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറയുന്ന ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ടുള്ള ആ അമ്മ പറഞ്ഞ വാക്കുകൾ
വളരെ ആവേശത്തോടു കൂടിയാണ് അത്തരം ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. കിട്ടിയ സമയം, കിട്ടിയ അവസരത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. നമ്മുടെ യാത്രകളും നമ്മുടെ ജീവിതവും വളരെ മനോഹരമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൊച്ചിയിൽ താമസിക്കുന്ന ആളുകൾക്കറിയാം, 2 വൃദ്ധ ദമ്പതികൾ, സാധാരണ പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന സാധാരണ വൃദ്ധ ദമ്പതികൾ, അവരുടെ പാസ്പോർട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ 10ലധികം രാജ്യങ്ങൾ അവരുടെ ടോട്ടൽ കൗണ്ട് എനിക്ക് വലിയ വശമില്ല, ഒരുപാട് വിദേശ രാജ്യങ്ങൾ അവർ യാത്ര ചെയ്തു. സാധാരണ പെട്ടിക്കടയിൽ ബജിയും അതുപോലെ പഴംപൊരിയൊക്കെ വിറ്റുകൊണ്ട് അവര് 2 മണിക്കൂർ 3 മണിക്കൂറും അധികം സമയം ആ കടയിൽ ചെലവഴിച്ചുകൊണ്ട് തന്റെ വരുമാനത്തിൽ നിന്ന് മെച്ചം പിടിച്ച പൈസ കൊണ്ട് യാത്ര ചെയ്ത ആ വൃദ്ധ ദമ്പതിമാർ കുറച്ചു കാലം മുന്നേ അതിൽ അവരുടെ ഭർത്താവ് മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടതാണ്. വളരെ സങ്കടകരമായ വാർത്തയാണ്. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് രാജ്യങ്ങൾ അവർ കണ്ടേനെ എന്നുള്ളതാണ്. അങ്ങനെ നമുക്കില്ല, അല്ലെങ്കിൽ എനിക്കില്ല, എനിക്ക് അവസരമില്ല, എന്റെ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവര് ഒരുപാട് ആളുകൾ നമുക്ക് വിജയിച്ച് വഴി കാണിച്ചു തരുന്നത്. കിട്ടുന്ന അവസരത്തെ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ആ യാത്രികൻ, ആ ഒരു സ്റ്റോറി ടെല്ലർ ആയിട്ടുള്ള നൂറ്റാണ്ടിന്റെ നടകളിൽ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആ പ്രിയപ്പെട്ടവൻ, അദ്ദേഹം പറയുന്ന ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, ഞാൻ എന്നെയാണ് ഏറ്റവും അധികം പ്രണയിക്കുന്നത്, എന്നെ ഇത്രമാത്രം ഭ്രാന്തമായി ഞാൻ പ്രണയിക്കുന്നു. എന്നെ ഭ്രാന്തമായി പ്രണയിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദുഃഖങ്ങളില്ല. ഭ്രാന്തമായി നമുക്ക് നമ്മളെ പ്രണയിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളെ പ്രണയിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ അവസരങ്ങളെ നമുക്ക് നെഞ്ചിലേറ്റിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ ബയോട്ടോറി എന്ന് പറയുന്ന ബിസിനസ്സിൽ ഏറ്റവും മികച്ച ഒരു വലിയ ഒരു അച്ചീവറായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. അടിപൊളി. ഹംസ സാറിനെ നമ്മള് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അഭിലാഷ് സാർ അല്ലേ ഒരു വെടിക്കെട്ടാണ് ഇവിടെ അല്ലെ നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പല മേഖലകളുമായി ടച്ച് ചെയ്തിട്ടാണ് വളരെ ഉദാഹരണ സഹിതമാണ് അഭിലാഷ് സാർ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നത്. നേരത്തെ അദ്ദേഹം ഒരു ഗ്രേറ്റ് ലീഡറെ കുറിച്ച് സംസാരിച്ചു. തൃശ്ശൂർക്കാരനായിട്ടുള്ള അശോകൻ സാർ, അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് എന്താ പറയാ പുഷ്പങ്ങൾ വിതറിയത്. ഹെലികോപ്റ്ററില്. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാൻ നമ്മൾ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ലൈഫ് എൻജോയ് ചെയ്യുന്നതും ലൈഫിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും പല ആളുകൾക്കും സ്വന്തമായി ദ്വീപുകളും വലിയ വലിയ റിസോർട്ടുകളും ഹെലികോപ്റ്ററുകൾ അടക്കം ഫ്ലൈറ്റുകൾ അടക്കം നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡയറക്ട് സെല്ലിങ്ങിന്റെ ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ഡയറക്ട് സെല്ലിങ്ങിൽ ഇന്ത്യയിൽ ലഭിച്ചിട്ടുള്ള ഒരു മാണിക്യ കല്ലാണ്, അല്ലെങ്കിൽ മുത്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അവസരമാണ്. ഏറ്റവും നല്ല, ഇതിനെ കിടപിടിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് ഇല്ല. അതാണ് ഈ ബയോട്ടോറി. അത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൽപ്പിക്കണം. അതിനകത്താണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നമ്മൾ ഈ നിൽക്കുന്ന ഓരോ ഫാമിലി മെമ്പേഴ്സും ബയോട്ടോറിയത്തിലാണ് എന്നുള്ളതിൽ അഭിമാനിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകൾക്ക് വലിയ നന്മ ചെയ്തുകൊണ്ട് സമ്പത്തും അതേപോലെ തന്നെ ഒരുമിച്ച് നൽകുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. സമയം കളയാനില്ല. കിട്ടിയ അവസരത്തെ കറക്റ്റായിട്ട് ടൈം ബോൾഡായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. എല്ലാവരും കഴിവുറ്റ ലീഡേഴ്സാണ്. അതിനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്, ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്.
അതിനായിട്ട് സർവേശ്വരൻ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ക്ലോസിംഗ് സെഷൻ നൽകിയ എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ജയ് ഈ ബയോട്ടോറിയം.